കെ.ടി. ജലീലിനെതിരെ ആഞ്ഞടിച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ശ്രീനാരായണ ഗുരു ചാവറാച്ചനെയും ജലീൽ അപമാനിച്ചു. ഭരണഘടന പഠിപ്പിക്കാനിറങ്ങുന്ന CPM ഒന്നും മിണ്ടുന്നില്ലെന്നും പ്രവാചകനെ അപമാനിച്ചെന്ന് പറഞ്ഞ് കൈവെട്ടിയവർ സ്വീകരിച്ചതിന് സമാനമായ നിലപാടാണ് ജലീൽ സ്വീകരിക്കുന്നതിനും വി മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. വിശദാംശങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, കെ.ടി. ജലീലിനെതിരെ വലിയ വിമർശനം തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയത്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? KP അതിരൂക്ഷമായ വിമർശനമാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുൻ മന്ത്രി കൂടിയായിരുന്ന KT ജലീലിനെതിരെ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ KT ജലീൽ നടത്തിയിട്ടുള്ളത്. പാണക്കാട് തങ്ങൾ അടക്കമുള്ളവർ ഇത്തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിക്കുന്നവരെ അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കണമെന്ന അടക്കമുള്ള ചില കാര്യങ്ങൾ, ഒപ്പം തന്നെ അവരുടെ മതനിയമവുമായി കൂട്ടിയിണക്കി ചില പരാമർശങ്ങൾ KT ജലീൽ നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ വി മുരളീധരൻ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് KT ജലീൽ സംസ്ഥാനത്തെയും രാജ്യത്തിന്റെയും ഒക്കെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയാണ് സ്വീകരിച്ചത്, അത്തരത്തിലുള്ള പരാമർശമാണ് KT ജലീൽ നടത്തിയത് എന്നുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് വി മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ശ്രീനാരായണ ഗുരു ചാവറയച്ചൻ അടക്കമുള്ള പുരോഹിതരെ അടക്കം KT ജലീൽ അപമാനിക്കുന്ന സാഹചര്യമാണ് പരാമർശത്തിൽ അദ്ദേഹം നടത്തിയത് എന്നുള്ളൊരു വിമർശനം കൂടി വി മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. CPM നേതാക്കൾ അടക്കമുള്ളവർ നിലവിൽ ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കാത്തത് ശരിയായ നടപടിയല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പല ഘട്ടങ്ങളിൽ ഭരണഘടനയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്നവർ, ഭരണഘടനയെ ചേർത്ത് പിടിക്കുന്നവർ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഭരണഘടന വിരുദ്ധ പരാമർശം അടക്കം നടത്തിയിട്ട് അതിനെതിരെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് വി മുരളീധരൻ ചോദിക്കുന്നത്. CPM-ഉം UDF-ഉം സമാനമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയാണ്. അവർ മൗനം പാലിക്കുകയാണ് KT ജലീലിന് മുന്നിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് മുന്നിലും എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ഭരണഘടന പഠിപ്പിക്കാൻ ഇറങ്ങുന്ന CPM എന്തുകൊണ്ട് ശബ്ദമുയർത്തുന്നില്ല, കോൺഗ്രസും നിലപാട് ജനത്തിന് മുന്നിൽ വ്യക്തമാക്കി നൽകണം എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രവാചകനെ അപമാനിച്ചെന്ന് പറഞ്ഞ് കൈവെട്ടിയവർ സ്വീകരിച്ചതിന് സമാനമായ നിലപാടാണ് KT ജലീലും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ വി മുരളീധരൻ വിമർശിച്ചിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധിയുമായി അടച്ചിട്ട മുറിയിൽ ജലീൽ നടത്തിയ ചർച്ചയടക്കം പ്രോട്ടോകോൾ ലംഘനമാണ്, അതടക്കം നടത്തിയ ഒരു വ്യക്തിയാണോ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി വി മുരളീധരൻ ചോദിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ADGP MR അജിത് കുമാറിനെതിരായ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ചില പരാമർശങ്ങൾ വി മുരളീധരൻ നടത്തുകയുണ്ടായി. അതിൽ ADGP MR അജിത് കുമാറിനെതിരായി പരാമർശങ്ങൾ ഉയർന്നിട്ടും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടും എന്തുകൊണ്ട് ആ റിപ്പോർട്ടിൽ കൃത്യമായ നടപടി സർക്കാർ സ്വീകരിക്കുന്നില്ല, സർക്കാർ എന്തുകൊണ്ട് അതിൽ മൗനം പാലിക്കുന്നു എന്നൊരു ചോദ്യമാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചോദിക്കുന്നത്. ഇവിടെ KT ജലീലിനെ തിരുത്താൻ തയ്യാറാകാത്ത CPM-നെയും അതിനിശ്ചിതമായ ഭാഷയിൽ തന്നെയാണ് വി മുരളീധരൻ വിമർശിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് സുരേഷ്. കാരണം KT ജലീൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും പ്രസ്താവനയും നടത്തി ദിവസങ്ങൾ പിന്നിടുന്നു. അപ്പോഴും എന്തുകൊണ്ട് CPM-ഓ അല്ലെങ്കിൽ കോൺഗ്രസോ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ KT ജലീലിനെ എന്തുകൊണ്ട് അതിൽ നിന്ന് തിരുത്തുന്നില്ല എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുമാത്രമല്ല, CPM-ന്റെ നേതാക്കന്മാർ പല ഘട്ടങ്ങളിലും ഭരണഘടനയെ സംരക്ഷിക്കണം, കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ ഭരണഘടനയെ അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നവർ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രസ്താവന നടത്തിയിട്ടും അതിൽ ഒരു രീതിയിലുള്ള പ്രതികരണവും നടത്താൻ CPM നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ, ഇത്തരത്തിൽ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഒരു രാജ്യത്തെ അപമാനിക്കുന്നു, രാജ്യത്തിന്റെ ഭരണഘടനയെ അപമാനിക്കുന്നു. അത്തരത്തിൽ അപമാനങ്ങൾ നടത്തുമ്പോഴും അത് പരസ്യമായി അദ്ദേഹം പ്രസ്താവന നടത്തുമ്പോഴും എന്തുകൊണ്ട് രാജ്യസ്നേഹം കാണിക്കുന്ന നേതാക്കന്മാർ അതിൽ പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന പ്രതികരണം കൂടിയാണ് KT ജലീൽ നടത്തിയത്. ആ KT ജലീലിന്റെ പ്രസ്താവനയ്ക്ക് എതിരെ മൗനം പാലിക്കുന്ന നേതാക്കളെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അതിനിശ്ചിതമായ വിമർശനമാണ് KT ജലീലിനും CPM നേതൃത്വത്തിനുമെതിരെ വി മുരളീധരൻ നടത്തിയിരിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.